തലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. സമൂഹത്തിലെ എല്ലാ കുട്ടികളും നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് സാർ ഇവിടെ പറഞ്ഞത്. ആ കാര്യങ്ങളിൽ യാതൊരു രീതിയിലുള്ള ഗോസിപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ എക്സാക്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും പുതിയ വിവരം കിട്ടുന്ന വിചാരിച്ചുള്ള ആരും കിട്ടണ്ട, അത് കിട്ടൂല. നിങ്ങളെ ഇന്നൊരു അനുഭവം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വന്നാണ് ഞാൻ. ഫിസിക്സ് അച്ഛന ടീച്ചർ അവിടെ ഉണ്ട്. ഞങ്ങൾ ഒന്നിച്ച് NSS ക്യാമ്പിൽ പങ്കെടുത്ത ആളുകളാണ്. NSSന്റെ ക്യാപ്റ്റനായിരുന്നു. 2005-2007 കാലഘട്ടത്തിലാണ് അല്ലേ? കുറച്ച് 13 വർഷമായിട്ടുണ്ടാവും. ഇപ്പോ ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് തോന്നുന്ന ഒരു ഇമോഷൻ ഉണ്ടാവും. അതെന്താണെന്ന് പറയാം. ഇവർക്ക് എന്താവും നിങ്ങളോട് തോന്നുന്നുണ്ടാവാം? സൗണ്ടില്ലെങ്കിൽ ആള് പറഞ്ഞു അസൂയ. ശരിക്കും അസൂയാണ്. അതിന് കാരണം എന്താ വെച്ചാൽ എന്റെ ലൈഫിൽ ടൈം ഞാൻ ആസ്വദിച്ചിട്ടുള്ള ഒരു വർഷം എന്ന് വെച്ചാൽ +2 ഇയർ 2005-2007 കാലഘട്ടങ്ങളിൽ +2 പഠിക്കുമ്പോഴാണ്. നിങ്ങളിപ്പോ ഡിഗ്രിയാണ്. അതിന്റെ മെയിൻ കാരണക്കാർ നിങ്ങളാണ്. നിങ്ങൾ എന്ന് പറഞ്ഞാൽ NSS ആണ്. NSSല് +1 മുതൽ അന്ന് പിന്നെ സ്റ്റേറ്റ് ക്യാമ്പ് ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് ക്യാമ്പിൽ പോയ ആൾക്കാർ ചിലപ്പോൾ ആരെങ്കിലും 2-3 ആൾക്കാർ ഉണ്ടാവും. 3 ദിവസത്തെ സ്റ്റേറ്റ് ക്യാമ്പ് ഉണ്ടായിരുന്നു. മുകളിൽ വെച്ച് ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു. അതിന് കഴിഞ്ഞതിന് ശേഷം പിന്നെ 10 ദിന ക്യാമ്പ്, ഇപ്പൊ 7 ദിന ക്യാമ്പ് 7 ദിവസം അല്ലേ? ഇതന്നെ ഇപ്പൊ മിഞ്ഞാന്നോ 4 ദിനം പത്രത്തിൽ കണ്ടു. പിന്നെ നൈറ്റ് സ്റ്റേ ഒഴിവാക്കുന്നുള്ളത് ഞാൻ കേൾക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് നൈറ്റ് സ്റ്റേ കിട്ടിയിട്ടുണ്ട്. പുറത്താവാത്തോണ്ടാവും, ഇവിടെ തന്നെ ആയതുകൊണ്ടാവും. അപ്പൊ അത് വലിയൊരു ഭാഗ്യമാണ്. അപ്പൊ NSS എന്നുള്ളതാണ് അന്ന് എന്റെ ലൈഫിൽ എന്നെ അത്രയും ഹാപ്പി ആക്കാൻ. ഇന്നും ആ മൊമെന്റ്സുകൾ നമുക്ക് ഏറ്റവും വളരെ സന്തോഷം നൽകുന്ന സമയമാണ്. ഇപ്പൊ നിങ്ങളെ കാണുമ്പോൾ പക്ഷേ എന്നെ ആ ഒരു കാലഘട്ടത്തിൽ എന്റെ സുഹൃത്തുക്കളിലേക്ക്, ആ അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഞാൻ ക്യാപ്റ്റൻ വന്ന സമയത്ത് 10 മിനിറ്റ് എനിക്ക് വേണമെന്ന് ചോദിച്ചു വാങ്ങിയത്. നിങ്ങൾ ചായ വെക്കുന്ന സമയം ഉപയോഗിച്ചോട്ടെ. മാഷുകാർ അടുത്ത സെക്ഷനുള്ള മാഷോട് കാത്തിട്ടുണ്ട്. അപ്പൊ അതിന് മുമ്പേ നിങ്ങളെ ചായ നടക്കും, ഇതിന്റെ സംസാരം നടക്കും. പരിചയപ്പെടാൻ ഓരോരുത്തരെയും പരിചയപ്പെടാൻ കണ്ട് സമയമില്ല. 15 മിനിറ്റ് എനിക്ക് തന്നിട്ടുള്ളത് അത് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ ഇടയിൽ 1-2 കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാം. എനിക്ക് ചോദിക്കട്ടെ, വാട്സപ്പ് ഉപയോഗിക്കാത്ത ആരെങ്കിലും ഇതൊക്കെ വാട്സപ്പ് ഉണ്ടല്ലേ? വാട്സപ്പില് സ്റ്റാറ്റസ് ഇടാത്ത ആളുകൾ അതുമില്ല. അപ്പൊ സ്റ്റാറ്റസ് കൂടുന്നു. ഓക്കെ, സ്റ്റാറ്റസ് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് സ്റ്റാറ്റസിന് കിട്ടുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞേ. സ്റ്റാറ്റസ് 300 വ്യൂസ് കിട്ടുന്ന സ്റ്റാറ്റസ് കിട്ടുന്ന ആൾക്കാരുണ്ട്. 250 200 എന്തോന്നറിയ 100 ആളെ കാണിക്കുന്നില്ല. സുഹൃത്തിനോട് ചോദിക്കട്ടെ, നിങ്ങളുടെ സ്റ്റാറ്റസ് ഓക്കെ, നിങ്ങൾ എത്ര ആളെ സ്റ്റാറ്റസ് കണ്ടോ? അല്ലെ, ഏകദേശം ഒരു ദിവസം എത്ര ആളെ സ്റ്റാറ്റസ് നോക്കും? നിങ്ങളൊക്കെ എത്ര ആളെ സ്റ്റാറ്റസ് നോക്കും? ഏകദേശം ആൾക്കാരൊക്കെ നോക്കും. ആ ഒരു 50, അവര് 100, 150 അനുസരിച്ച് നോക്കും. അപ്പൊ എല്ലാവരും സ്റ്റാറ്റസുകളും വാട്സപ്പ് ഇതൊക്കെ കാണും. ഏറ്റവും പറഞ്ഞ 200-250 കാണുന്ന ആളും. ഇനി അവരെ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഡെയിലി എത്ര ഫ്രണ്ട്സിനെ ഫേസ് ടു ഫേസ് കാണും? മീൻസ് ഇവിടെ കോളേജിൽ കൂടുമ്പോൾ കാണുന്ന കുട്ടികളല്ല പറയാം. നിങ്ങളുടെ നാട്ടില് നിങ്ങൾ കൂടെ പഠിച്ച അല്ലെങ്കിൽ നിങ്ങൾ കൂടെ കളിച്ചു വളർന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് പറയണുണ്ടല്ലോ, നമ്മൾ ഇന്ററാക്ഷൻ നടത്തണം. അങ്ങനെ ഫേസ് ടു ഫേസ് കാണുന്ന എത്ര സുഹൃത്തുക്കൾ നിങ്ങൾ കാണും? 100, 15 ആൾ. ഈ 15 ആൾ ഡയറി കാണും. നിങ്ങൾ എത്ര കാണും? കളി കാണും. എത്ര ആളെ കാണും? 5-10 ആളെ കാണും. എത്ര ആളെ കാണും?
ഈ 8 ആളെ 10 ആളെന്ന് പറഞ്ഞല്ലോ, ഇവരുമായിട്ട് എത്ര നേരം സ്പെൻഡ് ചെയ്യും? സ്പെൻഡ് ചെയ്യും 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യും. സ്റ്റാറ്റസിൽ 200 ആളുകൾ കാണുന്നത്. നിങ്ങൾക്ക് 200 ഫ്രണ്ട്സ് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ കാണുന്നത്. ആണോ? പിന്നെ എന്താണ് തടസ്സപ്പെടുന്ന കാര്യം? ഇങ്ങനെ വെക്കാനാണ് ആള് ഫുള്ള് എടുക്കണം. 24 hours ഉണ്ടല്ലോ അല്ലെ ഒരു ദിവസം ഇല്ലേ? എല്ലാവർക്കും ഇല്ലേ 24 hours ഉണ്ട്. ഞാൻ ചോദിക്കാൻ കാരണം ഞാനിപ്പോ അടുത്ത് ബിസിനസ് ആവശ്യത്തിന് വീട്ടിൽ പോയി. ആ വീട്ടിൽ പോയ സമയത്ത് ആ വീട്ടില് ഉമ്മയും മോളുമാണ്. ഉപ്പ പുറത്തവിടെ പോയതാണ്. ബിസിനസ് ആവശ്യത്തിന് എന്ന് പറഞ്ഞാൽ ജ്വല്ലറിക്കാരാണ് ഞങ്ങൾ. ബോംബെ കൂടെ പട്ടാമ്പി ഇവിടെ പെൻസ്മോളിൽ കണ്ടിട്ടുണ്ടോ അല്ലേ? പെൻസ്മോളിൽ കറങ്ങാൻ കണ്ടിട്ടുണ്ടോ ബോംബെ കൂടെ? അപ്പൊ അതിന്റെ അവസരത്തിൽ പോയതാണ് മാർക്കറ്റിംഗ്. അപ്പൊ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, വിഷയങ്ങളൊക്കെ സംസാരിച്ച്. എപ്പോഴും ഈ ഉമ്മാക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥത, ചെറിയ ഒരു മുഖത്ത് കാണും. പറയും കൗൺസിലിങ്ങിനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കാണും മുഖത്തുള്ള ആളുടെ എക്സ്പ്രഷൻ കണ്ടാൽ നമുക്ക് ധാരണ. അപ്പൊ ഉമ്മാരോട് സംസാരിക്കാൻ വേണ്ടി ഉമ്മാരോട് ചോദിച്ചു, അല്ലെങ്കിൽ ആൺകുട്ടികളൊന്നും ഇല്ല. അപ്പൊ ഉമ്മാന്റെ മുഖം കൊണ്ടിരുന്നു, ദുഃഖമായി. അപ്പൊ എന്താ നിങ്ങൾ അങ്ങനെ എന്താ പ്രശ്നം, എന്താണ് വിഷയം? ആള് ഗൾഫിലായതുകൊണ്ട് കാണാത്തോണ്ടാണോ? അപ്പൊ അല്ല മോനെ, ഒരു മോനുണ്ടായിരുന്നു. ആ മോനെന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാതെ കുറേ വർഷം, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് കുറേ വർഷം കുഞ്ഞുങ്ങളില്ലാതെ സങ്കടപ്പെട്ട് നേർന്ന് ഡോക്ടറെ കാണിച്ച് അങ്ങനെ മരുന്ന് കഴിച്ച് വർഷങ്ങളോളം കഴിഞ്ഞ ശേഷം ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. ആരോട്ടായിരുന്നു നേരെ സംസാരിക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു ആൺകുട്ടി ഉണ്ടായി. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അല്ലേ, കുറെ കാലം കാത്തു നിന്നിട്ട് നമുക്ക് കിട്ടുകയാണ്. നമ്മൾ കുറെ വെയിറ്റ് ചെയ്തതിനു ശേഷം കിട്ടുന്ന ഒരു ഗിഫ്റ്റിന് പോയ മധുരമാണല്ലോ. അപ്പൊ ആ ആൺകുട്ടിക്ക് ഞങ്ങൾ വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു. ആ കുട്ടി ചെറുപ്പത്തിലാകുന്ന സമയത്ത് എല്ലാ കളിക്കോപ്പും, അന്ന് ലഭ്യമായ എല്ലാ കളിക്കോപ്പും കുട്ടി കൊടുത്തു, മിഠായികൾ കൊടുത്തു, നല്ല കെയറിങ് കൊടുത്തു, നല്ല ഉഷാറായി, നല്ല പഠിപ്പിച്ചു, നല്ല മുന്നോട്ട് കൊണ്ടുപോയി. അയാൾക്ക് പിന്നെ സൈക്കിൾ വാങ്ങുന്ന സമയത്ത് 2 സൈക്കിൾ വാങ്ങിക്കൊടുത്തു. ഒന്ന് ഗീറുള്ളത്, ഗീറില്ലാത്തത്. പിന്നെ ബൈക്കിന്റെ സമയമായപ്പോ നല്ല അടിപൊളി ബൈക്ക് വാങ്ങിക്കൊടുത്തു, ഡ്യൂക്കിന്റെ ബൈക്ക്. ഞാൻ കാണിച്ചു നിന്നു മോനെ ബൈക്ക് ഷെഡിൽ ഇതെന്റെ മോനെ. അങ്ങനെ നല്ല ഹാപ്പിയിൽ പോകുന്ന സമയത്ത് ഈ മോനൊരു ദിവസം രാവിലെ റൂമിന്ന് ഇറങ്ങണില്ല. സ്വാഭാവികമായിട്ട് ഉമ്മ ഒന്ന് ചെന്ന് നോക്കി, എന്താ ഇല്ല മോശം ഭക്ഷണം കഴിച്ചു, കുറച്ചൊക്കെ കഴിച്ചു വരുത്തി. ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു, വൈകുന്നേരത്തെ റൂമിൽ നിന്ന് പുറത്തിറങ്ങില്ല അത്ര. അങ്ങനെ വൈകുന്നേരം ആയ സമയത്ത് ഇയാളെ കാണാനില്ല, റൂമിൽ നിന്ന് പിന്നെ തീരെ ഇറങ്ങാതെ. അപ്പൊ ചെന്ന് നോക്കുമ്പോൾ റൂം ലോക്ക് ചെയ്തു. അങ്ങനെ പെട്ടെന്ന് ഉമ്മ സങ്കടത്തോടെ ആൾക്കാരെ വിളിച്ചു വരുത്തി റൂം തുറന്നു നോക്കുമ്പോ ആള് സൂയിസൈഡ് ചെയ്തു. ആള് ദിടീർന്ന് സൂയിസൈഡ് ചെയ്തു, മരിച്ചു. അപ്പോ ഞങ്ങൾക്ക് കേട്ട ഭയങ്കര വിഷമമായി. കാരണം ആ കുട്ടി ഓടിച്ചിരുന്ന കാറ് മുതൽ ബൈക്ക് മുതൽ കുട്ടിയുടെ എല്ലാ കളിക്കോപ്പടക്കം മറ്റുള്ള സാധനം ഡ്രസ്സടക്കം എല്ലാം സെറ്റ് ആയിട്ട് അവിടെ കാണിച്ചു. ഞാൻ ഉമ്മാനെ ചോദിച്ചു, ഉമ്മ എന്ത് കാരണം, എന്ത് വിഷയം, പ്രശ്നം ഉണ്ടാവില്ല എന്തെങ്കിലും? ഉമ്മ ഒന്നും അറിയില്ല പറഞ്ഞു. അറിയില്ല, ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞങ്ങൾ അത്രയും ചെയ്തു കൊടുത്തിട്ടുണ്ട്, എല്ലാ സംഗതികളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയാണ് സംഭവിച്ചത്. എന്താന്ന് ഞങ്ങൾക്ക് അറിയാം. പിന്നെ ഉമ്മ കരയരുത്. കൂട്ടുകാരാണെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, കൂട്ടുകാരോടൊന്നും അങ്ങനെ ആരോടൊന്നും പറഞ്ഞതായിക്കൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വളരെ വേദനയോടെ കേട്ടതാണ്. ഞാനത് ഈ സമയത്ത് പറയാനുള്ള കാരണം പറഞ്ഞു. ഇങ്ങനെ സെയിം അനുഭവം കാരണം അറിയാത്ത മരണങ്ങള് അനവധി നിങ്ങളെ പരിചയത്തിലുണ്ടാവും അല്ലേ? നല്ലപോലെ ചിരിച്ചടങ്ങുന്ന ആളാണ്. നല്ല ക്ലാസ്സിൽ ഉഷാറായി വന്നിട്ട് കുട്ടിയാണ്, അല്ലെങ്കിൽ നല്ലപോലെ ജോലിക്ക് പോയിരുന്ന ആളാണ്. ഇന്നലെ മരിച്ചു, എന്താണ് വെറുതെ ആവശ്യമില്ല. എനിക്ക് അതിന്റെ ആവശ്യം ഇന്നലെ കൂടെ എന്റെ കുട്ടിക്കൊപ്പം നടന്ന ഒരാളാണ്. കാരണം പെട്ടെന്ന് എന്റെ അടുത്ത അയൽവാസിക്ക് ഒരു ഭാര്യ, ചെറിയ 7 വയസ്സായ ആൺകുട്ടിയുള്ള സ്ത്രീയാണ്. ആൺകുട്ടിയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ച് കണ്ടിട്ട് ആത്മഹത്യ. സിമ്പിളായി, ഏറ്റവും സിമ്പിളായ കാര്യം ആത്മഹത്യ, ഏറ്റവും സിമ്പിൾ.
ജീവിക്കലാണ് ഇപ്പൊ പ്രയാസം. അപ്പൊ കാരണം അറിയില്ല. പക്ഷെ എവിടെ വിഷയം അറിയുള്ളൂ, കാരണം നമ്മൾ തേടുന്നത് ആള് മരണപ്പെട്ടതിന് ശേഷമാണ്. ശരിയല്ലേ? ഇപ്പൊ ഇയാൾ മരിച്ചതിന് ശേഷമാണ് ചോദിക്കുന്നത് എന്താ കാരണം, അവൾ ആത്മഹത്യ ചെയ്തതിന് എന്താ കാരണം. മരിച്ചതിന് ശേഷം നമ്മൾ ചോദിക്കുന്നത് എന്താ കാരണം. ഇയാൾ ജീവിച്ചിരിക്കുമ്പോൾ ചോദിച്ചു, എടോ നിനക്ക് എന്തൊരു വിഷമമുണ്ടോ? കോളേജിൽ കുട്ടികള്, സ്കൂളിൽ മദ്രസയിലെ കുട്ടികളൊക്കെ പഠിക്കുന്ന കുട്ടികള്, നിങ്ങൾ അടുത്തിരിക്കുന്ന കുട്ടി അന്ന് വന്ന് മുഖം ഒന്ന് പ്ലാനത വന്നാൽ എന്താണ് നീ എന്തെന്ന് നിനക്കൊരു വിഷമം, മുഖത്ത് നിനക്കൊരു ടെൻഷൻ, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, നിനക്ക് വരാനെന്തെങ്കിലും പ്രയാസമുണ്ടോ ചോദിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ നിങ്ങൾ അടുത്തിരിക്കുന്ന നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരാളോട് ചോദിച്ചിട്ടുണ്ടോ? അതിനെങ്ങനെ നിന്റെ ക്ലാസ്സിലിരിക്കുന്ന എനിക്കൊരു ഹാപ്പി അല്ലേ? അല്ലേ? എല്ലാവരും ഹാപ്പിയാണ്. ആരൊക്കെ അങ്ങനെ ടെൻഷനൊന്നുമില്ല. നിങ്ങൾക്ക് ആ അടുത്തിരിക്കുന്ന ആള് നിങ്ങളുടെ കൂടെ നടക്കുന്ന കൂട്ടുകാരുടെ ടെൻഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയും? അതാണ് ചോദ്യം. അല്ലേ? സ്റ്റാറ്റസില് നമ്മുടെ എത്ര വ്യൂസ് ഉണ്ട്, പക്ഷെ നമ്മുടെ ഫേസ് ടു ഫേസ് സംസാരിക്കുന്ന ആളെ എണ്ണം പരമാവധി എത്രയാണ്? തീരെ കാണില്ല. നമ്മൾ ഡെയിലി ഒരാളോട് സംസാരിച്ച് അയാളുടെ മുഖത്തെ എക്സ്പ്രഷൻ നമ്മുടെ ഹൃദയത്തിൽ കയറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെ അയാളുടെ മുഖം റാനത വന്നാൽ തിരിച്ചറിയാൻ പറ്റുക? അല്ലേ? എന്റെ ചങ്കാണ് അതിലെ ഓനക്ക് വീട്ടിൽ നിന്ന് വിളിച്ചു പോകുന്ന ഫിറ്റാക്കിയാല് ഓനെ ഓന്ന കണ്ടായി പറയും എന്താണ് എനിക്ക് നാട്ടിലെ കേട്ടുകളല്ലോ എന്ന് ചോദിക്കും. ഉപ്പ ഫോൺ വിളിച്ചിട്ട് വെച്ച് കാര്യം അച്ഛൻ ഫോൺ വിളിച്ചു കഴിഞ്ഞ് മറ്റോട് ചോദിക്കും ഇതൊന്നും പറഞ്ഞല്ലോ. അത് ചോദിക്കാൻ പറ്റണമെങ്കിൽ ഇവന്റെ മുഖം നമ്മുടെ മനസ്സിൽ അത്രയും ഉണ്ടാവും. ഞങ്ങള് പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ടൂർ കൊണ്ടുപോകണം, ഗവൺമെന്റ് സ്കൂളാണ്, ടൂർ കൊണ്ടുപോകണം. അപ്പൊ അന്നത്തെ പിന്നെ ഞങ്ങളുടെ പ്രിൻസിപ്പൾ പറഞ്ഞു പറ്റില്ല, അങ്ങനെ ഇവിടെ നിലവിൽ പതിവില്ല, എന്നായിക്കോട്ടെ ഞങ്ങൾ പോകും, കുഴപ്പമുണ്ടോ? അതും പ്രശ്നമാണ്. എന്നാലും വേണ്ടില്ല ഞങ്ങൾ പോകുക. ഒരു ഓട്ടി ടൂറിസ്റ്റിന്റെ ബസ്സൊക്കെ ഏൽപ്പിച്ച് ഞങ്ങൾ ഈ 14 ആൾക്കാരൊക്കെ ഏൽപ്പിച്ച് ഞങ്ങൾ പോയി മലമ്പുഴയൊക്കെ ടൂർ. നൈറ്റിൽ ഫുഡ് അടിക്കാൻ സമയത്ത് ബസ് നിർത്തി, എല്ലാവരും ഹോട്ടലൊക്കെ നിർത്തിയ എല്ലാവരും ഭക്ഷണം കഴിച്ചോളൂ. രാവിലെ ക്ലാസ് വന്ന ആൾക്കാരെ കുറിച്ച് വെച്ച് കയറ്റി പോയതാണ്. അപ്പോ സാധുക്കള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച് ഭക്ഷണം ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, എല്ലാരും കൂടെ കയറ്റി വെച്ചിട്ട് പോയതാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഹോട്ടൽ നിർത്തിയ സമയത്ത് ഏകദേശം ആളുകളൊക്കെ ഒരു 36 ആൾക്കാർ ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള ഭക്ഷണമൊക്കെ തട്ടുകടയിൽ നിന്ന് കുത്തിച്ചു. 4 ആളായിട്ട് ഇങ്ങനെ ഇരിക്കണതാണ്. അപ്പോ കുറച്ചു നേരം ഇറങ്ങല് എന്താ അങ്ങനെ ഭക്ഷണം ഇല്ല, ഭയങ്കര ഭക്ഷണം വേണ്ട, അന്ന് ഭക്ഷണം വേണ്ട, ഭക്ഷണം കൊണ്ട് വീട്ടിലെത്തിയ കഴിക്കല്ലോ. ഇവിടെ മലമ്പുഴയിൽ നിന്ന് കിട്ടി 2 മണിക്കൂർ കൊടുക്കും. ഇവിടെ ഭക്ഷണം കഴിച്ചോ, എന്താ ഭക്ഷണം കഴിച്ചോ, അയ ഭക്ഷണം വേണ്ട. അപ്പൊ സംഗതി ഞങ്ങൾക്ക് കൊതിയായി. സാധുക്കൾക്ക് കാശില്ല, ഞങ്ങളിങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടാവും. അങ്ങനെ ഞങ്ങള് അപ്പൊ തന്നെ പിന്നെ ഇൻഫർമേഷൻ സ്പ്രെഡായി എല്ലാവരും കൂടിയിട്ട് ആ 4 ആളും കൂടെ ഭക്ഷണം കഴിച്ചു. ഇന്നും ആ ഒരു രംഗം ആ സുഹൃത്തുക്കൾ പോകുന്നുണ്ട്. അവര് ഇന്നും ആ ഒരു ഹൃദയത്തിൽ തട്ടിയ ആ ഒരു ബന്ധത്തിൽ കീപ്പ് ചെയ്യുന്നു. ഞാൻ പറയണത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ ഇന്ന് ടെക്നോളജി നേട്ടം വെച്ചിട്ടില്ലേ? ഫേസ്ബുക്കിൽ നിന്നൊക്കെ എത്ര ഫ്രണ്ട്സ് ഉണ്ടാവും? 5000 ആണ് ലിമിറ്റ്. പോരാ, ഈ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ട് 10,000 ഒപ്പിക്കണം വേണ്ടേ? 5000 ലിമിറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ ഫ്രണ്ട്ഷിപ്പ് റിക്വസ്റ്റ് അയച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? നമുക്ക് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കണോ? അറിയില്ലേ? ഉണ്ട്. ഫോളോവേഴ്സ് ഇല്ലേ? എത്രയാണ്? മില്യൺസ് ഒക്കെ ഉണ്ടാവും. ഞാൻ പറയണത് നമുക്കൊരു വേദന വന്നാൽ, ഒരു പ്രയാസം വന്നാൽ അത് തിരിച്ചറിയാൻ ആ 5000 ഫ്രണ്ട്സിനും കഴിയില്ല. കാരണം എന്താ, നമ്മൾ പ്രൊഫൈലിലേക്ക് വെച്ചിട്ടുള്ളത് എന്നും ചിരിച്ച മുഖമാണ്. ശരിയല്ലേ? ഇന്ന് രാവിലെ ടെൻഷൻ ഉണ്ട്, ടെൻഷൻ എടുത്തൊരു മുഖം വെച്ചിട്ട് ഇടുവോ? അപ്പുറത്തുള്ള ആള് ഇനിയിപ്പോ ചാറ്റ് ചെയ്യുന്നതായിക്കോട്ടെ എന്തായിക്കോട്ടെ, അയാൾ നിങ്ങൾക്ക് ഈ ചാറ്റ് ചെയ്യുന്നത് മുഴുവൻ നാടകമാണ് അല്ലേ? കാരണം നിങ്ങൾ നല്ലൊരു കോമഡി അടിച്ചു, ആള് ചിലപ്പോൾ നല്ല സീരിയസിലാവും. അപ്പോഴും നിങ്ങൾക്ക് ചിരിച്ചൊരു ഇമോജിയോ അല്ലെ, ഇമോജിയോ എന്തായാലും പറയാം. ആള് ആക്ച്വലി ചിരിച്ചിട്ടുണ്ടോ? ആള് ചിരിച്ചിട്ടില്ല, അത് ഫേക്കാണ്.
നാടകമാണ്. നിങ്ങൾക്ക് വിഷമം ഉണ്ടാവുമ്പോ നിങ്ങളെ സമാധാനിപ്പിക്കാൻ നിങ്ങളുടെ മുഖം തിരിച്ചറിയാൻ കഴിയുന്നത് നിങ്ങളുടെ തൊട്ടടുത്ത് കൂട്ടുണ്ടാവും, നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ആളാവും. നിങ്ങൾ അവരുമായി സമയം ചെലവഴിക്കണം. അതെന്തിനാന്ന് പറയും? ഉദാഹരണത്തിന് രാത്രി പെട്ടെന്ന് ഒരാൾ സുഹൃത്തുക്കൾ വിളിച്ച് ഹലോ ഒരു കാര്യം പറയണ്ടേ, എന്താ നല്ല ഓർമ്മയിലാണോ, എന്തൊക്കെയോ ഒരു വിഷമം തോന്നുന്നുണ്ട്, പ്രയാസം മൊത്തത്തിലൊന്നും മുങ്ങിയാലോ തോന്നുക, ഒന്ന് ഒളിച്ചുകൂടിയാലോ തോന്നുക. ഒളിച്ചുകൂടാൻ അടുത്ത കാമ്പിനെ ഒളിച്ചുകൂടുന്ന കാര്യമില്ല പറഞ്ഞത്, ലൈഫ് ഒന്ന് ഒളിച്ചുകൂടുക. അപ്പൊ നമ്മൾ പറയാം ഇതൊക്കെ വെച്ച് പോയിക്കാ പണ്ടാരടക്കം പക്ഷെ ഉറങ്ങുന്ന സമയത്ത് അതൊക്കെ പറയാം. പക്ഷെ രാവിലെ കേൾക്കുന്ന ന്യൂസ് അയാളെ വിളിച്ചിട്ടുണ്ടാവും. എപ്പോഴാണ് ഒന്നുകിൽ ഫാനിൽ കയറ് കെട്ടിയിട്ട് ആ കയറ് കുറിക്കിട്ട് തൂങ്ങാൻ നേരത്താവും തോന്നിണ്ടാവുക, എനിക്കൊന്ന് ബഷീറിനെ വിളിച്ചേക്കണം, അല്ലെങ്കിൽ എനിക്കൊന്ന് ആദിനെ വിളിച്ചേക്കണം. അവന്റെ എന്തെങ്കിലും ഒരു സമാധാനത്തിന്റെ വാക്ക് ഹോപ്പ് അത് കിട്ടിയാൽ എനിക്കൊന്ന് രക്ഷപ്പെടാലോ, ഒരാളുണ്ടല്ലോ. പക്ഷെ ആ സമയത്ത് നമ്മൾ പറഞ്ഞെന്താ, ഈ ഒന്ന് പോയി പണി വയ്ക്കുന്ന അവന്റെ പണി തൂങ്ങലാണ്. അപ്പോ അല്ലെങ്കിൽ സ്ലീപ്പിംഗ് ടാബ്ലറ്റ് കയ്യിൽ വെച്ചിട്ടാവുന്നതാണ് വിളിക്കുന്നുണ്ടാവുക. ഒരു സമാധാനത്തിന് വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എന്താണ് പ്രശ്നം? ഈ പാടാ ഞാൻ എന്താ ഇറങ്ങിയവരല്ലോ, കൃത്യം കുറച്ചായിട്ട് സംസാരിക്കാം. നൈറ്റിൽ നമ്മൾ ഉറങ്ങിയിട്ടില്ലെങ്കിലും ഇവിടെ ഇതിലാണ് സ്ക്രോൾ ചെയ്ത് തോണ്ടി വിട്ടാണ് എവിടെയോ ഏതോ ഒരു പൊട്ടൻ. നമ്മളെ അതിന് വയസ്സോ ഏജോ ഒന്നും അറിയില്ല, സൽമാൻ ഖാന്റെ അല്ലെങ്കിൽ ആരെങ്കിലും ഫോട്ടോ ആയി. നമ്മള് ഇത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പുകൾക്ക് ലിമിറ്റ് വെച്ചിട്ടില്ല, നമ്മുടെ ബന്ധങ്ങൾക്ക് ഉള്ളിൽ കൊണ്ടു. അയാളെ രക്ഷിക്കാൻ നമുക്ക് പറ്റുമായിരുന്നു, അതിലൂടെ നമ്മളെ രക്ഷിക്കണം. കാരണം ഈ കാരണങ്ങൾ അറിയാതെ ഈ സംഭവിച്ച ഈ സൂയിസൈഡൊക്കെ ഞാൻ നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ടേ. ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ മനോനില കെട്ടുപണഞ്ഞ് കിടക്കുന്ന നൂലുകൾ എങ്ങനെയാണോ അതേപോലെയാണ് നമ്മുടെ മൈൻഡിന്റെ സെറ്റപ്പ്. അതിൽ ഒരു നൂല് വലിച്ചെടുക്കുക, അല്ലെങ്കിൽ നാളെ ആയിക്കഴിഞ്ഞൊക്കെ കൂടി ആളെ കാണാൻ നിൽക്കുകയും ഇന്ന് തിരിച്ചടന്ന ആളെ നാളെ കാണാൻ കിളി പോലെ കിടക്കുന്നു. അപ്പൊ ആ അവസ്ഥയിലേക്ക് നമ്മൾ പെട്ടെന്ന് വരുന്ന ടെൻഷനില്ല. ആ സമയത്ത് നമ്മളൊരാൾക്ക് കൊടുത്താലല്ലേ നമ്മൾ തിരിച്ചൊരു സ്നേഹം പ്രതീക്ഷിക്കുന്നുള്ളൂ. സോ അത് നിങ്ങളോട് പറയാൻ കാരണം നിങ്ങളുടെ കമ്മിങ് ജനറേഷൻ നിങ്ങൾ സ്പ്രെഡ് ചെയ്യും. നിങ്ങൾ ഉപയോഗിച്ചോളൂ, മൊബൈൽ ഉപയോഗിച്ചോളൂ, അതിന് ടെക്നോളജികൾ മുഴുവൻ ഉപയോഗിക്കണം. ബിക്കോസ് മെറ്റ എന്ന് പറഞ്ഞ ഒരു പുതിയ മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞ പുതിയ ലോകമാണ് ഇനി വരാൻ പോകുന്നത്. വായിച്ചു കേട്ടിട്ടുണ്ടോ? ഇത് കേട്ടിട്ടുണ്ടോ? സുക്കർബർഗ് പ്രഖ്യാപിച്ചില്ല മെറ്റാവേഴ്സിനെ കുറിച്ച്. നമ്മുടെ ജോലികൾ, നമ്മുടെ എല്ലാ സംഭവവും, ക്ലാസ്സുകൾ, കാര്യങ്ങളൊക്കെ ഇനി സംഭവിക്കാൻ പോകുന്നത് മെറ്റാവേഴ്സിലൂടെയാണ്. അപ്പൊ അതുകൊണ്ട് ടെക്നോളജിയിൽ നമ്മൾ തിരിയണ്ട. പക്ഷേ നിങ്ങളുടെ ഇതിന് സമയം കണ്ടാണ് 24 hours എനിക്കും നിങ്ങൾക്കൊക്കെ സേവാണ്. ഈ ടെക്നോളജി നമുക്ക് നൽകിയ സുക്കർബർഗ് ആയാലും അതല്ലെങ്കിൽ മറ്റുള്ള ടെക്നോളജികളുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളുകൾ അവർക്ക് 24 മണിക്കൂറാണ്. പക്ഷെ അവരുടെ ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിന് ലിമിറ്റ് വെച്ചു ഒരു ഇത്ര സമയം നമ്മൾ സംഗതിക്ക് ചെലവഴിക്കുള്ളൂ. അതുകൊണ്ടാണ്. സോ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരും സ്ഥിരമായിട്ട് നമ്മുടെ പ്രാർത്ഥനാഗീതമായി കൊണ്ടുനടക്കുന്ന കാരണം മനസ്സ് നന്നാവട്ടെ. നമ്മളെന്ന് പറഞ്ഞാൽ NSS ആണ്. മനസ്സ് നന്നാവട്ടെ. നമ്മളൊക്കെ മനസ്സ് നന്നാക്കുക, നമ്മുടെ സുഹൃത്തുക്കളുടെ മനസ്സ് തുറക്കുക, ഉഷാറായിട്ട് മുന്നോട്ട് പോകുക. നിങ്ങൾ NSS കഴിഞ്ഞാലും NSSൽ പങ്കെടുത്ത ഓരോരുത്തരും നിങ്ങളുടെ ലൈഫ് ലാസ്റ്റ് വരെ നിങ്ങൾ സുഹൃത്തുക്കളായിരിക്കണം അല്ലേ? അപ്പോഴാണ് NSS കൊണ്ട് കാര്യമുള്ളൂ. അതായത് ഞാൻ NSS കേട്ടപ്പോൾ ഓടി വന്നത്. NSS കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഊർജം. സോ ആ പ്രാർത്ഥനാഗീതം രണ്ടുപേരും പാടിച്ച് പൈതപ്പി പഠിക്കൂ. മനസ്സു നന്നാവട്ടെ ചില്ലയിലെല്ലാം മാർക്കുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലുമാകട്ടെ, മാനവത്തിൻ ചില്ലയിലെല്ലാം മാർക്കുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ